നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയുടെ അത്ഭുതകരമായ വാസ്തുശില്പകൃതികളിൽ ഒന്നായ തഞ്ചാവൂർ പെരിയ കോവിൽ അഥവാ ബൃഹദീശ്വര ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തൃച്ചിയിൽ നിന്നാണ് ഞാൻ തഞ്ചാവൂരിലേക്ക് പോയത്. തൃച്ചി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മയിലാടുംതുറൈ എക്സ്പ്രസ്സിലാണ് ഞാൻ യാത്ര ചെയ്തത്. പ്ലാറ്റ്ഫോം നമ്പർ 7-ലാണ് പോകാനുള്ള ട്രെയിൻ കിടക്കുന്നത്. ഓവർബ്രിഡ്ജ് കയറി 7-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. മയിലാടുംതുറൈ മെമു എക്സ്പ്രസ് പോകാൻ റെഡിയായി കിടപ്പുണ്ട്. തൃച്ചിയിൽ നിന്നും 1 മണിക്കൂർ എടുത്തു തഞ്ചാവൂർ എത്താൻ. നമ്മളിപ്പോൾ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. മയിലാടുംതുറൈ എക്സ്പ്രസ്സാണ് ആ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സ്റ്റേഷന് പുറത്ത് കിടന്നു. ഈ കാണുന്നതാണ് തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷന് മുൻവശം. ഇവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞാണ് നമുക്ക് പോവേണ്ടത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 2 കിലോമീറ്റർ താഴെ മാത്രമാണ് തഞ്ചാവൂർ ക്ഷേത്രത്തിലേക്കുള്ളത്. അതുകൊണ്ട് നടന്നു പോകാൻ ഞാൻ തീരുമാനിച്ചു. തഞ്ചാവൂർ ടൗൺ കാണുകയും ചെയ്യാം. പിന്നെ നടന്നു പോകുമ്പോൾ ദൂരെ നിന്നും ക്ഷേത്ര ഗോപുരം കാണുമ്പോഴുള്ള ഒരു അനുഭൂതി, അത് വേറിട്ട ഒരു അനുഭവം തന്നെയാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വരുമ്പോഴുള്ള ആദ്യത്തെ ജംഗ്ഷനാണിത്. ഈ ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞാണ് നമുക്ക് പോകേണ്ടത്. നേരെ പോയാലും നമുക്ക് ക്ഷേത്രത്തിലെത്താം. വഴിയിലൊക്കെ ക്ഷേത്രത്തിലേക്കുള്ള ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തിനടുത്ത് എത്തിയിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ ഗോപുരമൊക്കെ കണ്ടു തുടങ്ങി. ചോള സാമ്രാജ്യത്തിൻ്റെയും ദക്ഷിണേന്ത്യയിലെ ദ്രാവിഡ വാസ്തുവിദ്യയുടെയും അത്ഭുത നിർമ്മിതിയാണ് 1000-ൽ പരം വർഷങ്ങൾ പഴക്കമുള്ള ഈ ക്ഷേത്രം. രാജരാജ ചോളൻ അഥവാ അരുൺമൊഴിവർമ്മനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. 1000 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 1003-ൽ തുടങ്ങി 1010-ൽ ഈ ക്ഷേത്രം പൂർത്തിയായി. വാസ്തുവിദ്യാ കലയിൽ പാലിക്കപ്പെടേണ്ട എല്ലാ അളവുകളും കൃത്യമായി പാലിച്ചാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം പിടിച്ച ക്ഷേത്രമാണ് ബൃഹദീശ്വര ക്ഷേത്രം. പെരിയ കോവിൽ, രാജരാജേശ്വരം, പെരുവുടയാർ കോവിൽ എന്നിങ്ങനെ പല പേരുകളിൽ ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. രാജരാജ ചോളൻ്റെ ഭരണകാലത്ത് തഞ്ചാവൂർ നൃത്തസംഗീത കലകളുടെ ആസ്ഥാനമായിരുന്നു. അക്കാലത്ത് 100 കണക്കിന് നർത്തകരെയും വാദ്യകലാകാരന്മാരെയും സംഗീതജ്ഞരെയും കൊണ്ട് സമ്പന്നമായിരുന്നു ഈ ക്ഷേത്രം. നമ്മൾ ആദ്യം കാണുന്നതാണ് മറാഠ ഗേറ്റ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഗോപുരമല്ല, ഇത് മറാഠ ഗേറ്റാണ്. ഇതിനകത്തുള്ളതാണ് ശരിക്കുള്ള ഗോപുരം. 16-ാം നൂറ്റാണ്ടിൽ മറാഠകൾ പണിതതാണ് ഈ ഗേറ്റും ചുറ്റുമുള്ള മതിലും. ഈ കാണുന്നതാണ് കേരള അന്തകൻ ഗോപുരം. ചേര രാജാവായ ഭാസ്കര രവിവർമ്മനെ പരാജയപ്പെടുത്തിയതിൻ്റെ അടയാളമായിട്ടാണ് ഈ ഗോപുരം നിർമ്മിച്ചത്. 5 നിലകളിലായിട്ടാണ് ഈ ഗോപുരം പണിതിട്ടുള്ളത്. നിരവധി ശില്പങ്ങളും കൊത്തുപണികളും നിറഞ്ഞതാണ് ഈ ഗോപുരം. നൃത്തരൂപത്തിലുള്ള ശിവന്റെയും പാർവതിയുടെയും ശില്പങ്ങളാണ് ഈ ഗോപുരത്തിൻ്റെ മുഖ്യ ആകർഷണം. ഇത് നിർമ്മിക്കാൻ ഉപയോഗിച്ച കരിങ്കല്ലുകൾ 60 കിലോമീറ്റർ അപ്പുറമുള്ള പുതുക്കോട്ടയിൽ നിന്നും കൊണ്ടുവന്നവയാണ്. 40 അടി ഉയരമുള്ള ഒറ്റക്കല്ലിലാണ് ഇതിൻ്റെ തൂണുകൾ പണിതീർത്തിട്ടുള്ളത്. രണ്ടാമത് കാണുന്ന ഗോപുരമാണ് രാജരാജ ഗോപുരം. ഈ ഗോപുരത്തിൻ്റെ 2 സൈഡിലായിട്ടും 2 ദ്വാരപാലകർ ഉണ്ട്.
വായുർകാപ്പോൺ, കോയുർകാപ്പോൺ എന്നാണ് ഇവരുടെ പേരുകൾ. ഒറ്റക്കല്ലിൽ തീർത്ത ശില്പങ്ങളാണ് ഇത് രണ്ടും. 18 അടി ഉയരമാണ് ഇവയ്ക്കുള്ളത്. ഈ ഗോപുരവും നിരവധി കൊത്തുപണികളും ശില്പങ്ങളെയും കൊണ്ട് നിറഞ്ഞതാണ്. കൂടാതെ ഈ ഗോപുരത്തിൽ വിഗ്രഹങ്ങളും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. രാജരാജ ഗോപുരം കഴിഞ്ഞാൽ നമ്മൾ നഗ്നപാതരായിട്ടാണ് അകത്ത് കിടക്കേണ്ടത്. രാജരാജ ഗോപുരത്തിനുള്ളിൽ നിന്നും പുറത്തോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ചയാണിത്. അകത്ത് കയറുമ്പോഴുള്ള ക്ഷേത്ര കോമ്പൗണ്ടിന്റെ അതിവിശാലമായ കാഴ്ചകളാണിത്. ചോള ഭരണകാലത്ത് നൃത്ത സംഗീത കലാരൂപങ്ങൾ അരങ്ങേറിയിരുന്ന നിരവധി മണ്ഡപങ്ങളും ഇവിടെയുണ്ട്. ഈ കാണുന്നതാണ് നടരാജ മണ്ഡപം. രാജരാജ ഗോപുരത്തിന്റെ പുറകുവശത്തു നിന്നുള്ള കാഴ്ചകളാണിത്. ഇതാണ് നന്ദി മണ്ഡപം. നന്ദി മണ്ഡപത്തിന്റെ മുന്നിലായിട്ടാണ് ബലിപീഠം. കമിഴ്ത്തി വെച്ച രീതിയിലുള്ള താമരയാണ് ബലിപീഠം. അതിൻ്റെ ഉദ്ദേശം എന്തെന്നാൽ നമ്മുടെ അഹങ്കാരവും ഈഗോയുമെല്ലാം ഇവിടെ ബലിപീഠത്തിൽ അർപ്പിച്ചിട്ട് ഭഗവാന്റെ ചിന്തയോടുകൂടി അകത്തോട്ട് പ്രവേശിക്കുക എന്നുള്ളതാണ്. ഈ ബലിപീഠത്തിന് മുന്നിലാണ് നമ്മൾ സാഷ്ടാംഗ പ്രണാമം നടത്തുന്നത്. പക്ഷേ അത് വടക്കോട്ട് നോക്കിയാണ് നടത്തേണ്ടത്. നന്ദി മണ്ഡപത്തിന് മുകളിലായി ശിവ ശിവ എന്ന് എഴുതി വച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നന്ദി ശില്പങ്ങളിൽ ഒന്നാണ് ഈ നന്ദി ശില്പം. ഒറ്റക്കല്ലിൽ തീർത്ത ഈ നന്ദി ശില്പത്തിന്റെ ഭാരം 25 ടണ്ണാണ്. 13 അടി ഉയരവും 16 അടി നീളവുമാണ് ഈ നന്ദി ശില്പത്തിനുള്ളത്. ഈ നന്ദി നിർമ്മിച്ചത് നായ്ക്കരാണ്. ചോളർ നിർമ്മിച്ച നന്ദി മാറ്റിയിട്ട് അതിലും വലിയൊരു നന്ദിയാണ് ഇവർ നിർമ്മിച്ചത്. നായ്ക്കർ അവരുടെ പേരിന് വേണ്ടിയിട്ടാണ് ഈ നന്ദി ശില്പം ഇവിടെ നിർമ്മിച്ചത്. 18ഓളം മറാഠ പെയിന്റിങ്സുകളാണ് നന്ദി മണ്ഡപത്തിന് മുകളിലുള്ളത്. പെയിന്റിങ്ങുകളെല്ലാം തന്നെ നാച്ചുറലായി ഇലച്ചാറുകളും വെജിറ്റബിൾ കളറുകളും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ചോളരുടെ ഭരണത്തിന് ശേഷം പാണ്ഡ്യർ ഈ നാട് ഭരിച്ചു. അതിനുശേഷം നായകന്മാർ വന്നു. അതിനുശേഷം മറാത്തകൾ ഈ നാട് ഭരിച്ചു. ഓരോ ഭരണകാലത്തെയും നിർമ്മിതികൾ നമുക്കിവിടെ കാണാം. ചെറിയൊരു നന്ദി മണ്ഡപമാണിത്. ഈ നന്ദി മണ്ഡപത്തിൻ്റെ മുകളിൽ കാണുന്ന കൊത്തുപണികളാണ് ഈ കാണുന്നത്. ബർമയിൽ നിന്നും കൊണ്ടുവന്ന തേക്കിലാണ് ഈ കൊടിമരം നിർമ്മിച്ചിരിക്കുന്നത്. കൊടിമരം കോപ്പർ കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രങ്ങളിലൊന്നാണ് തഞ്ചാവൂർ പെരിയ കോവിൽ. 216 അടി, അതായത് 66 മീറ്റർ ഉയരമാണ് ഈ ക്ഷേത്ര ഗോപുരത്തിനുള്ളത്. പൂർണ്ണമായും കരിങ്കല്ലിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 13 അടുക്കുകളാണ് ഈ ഗോപുരത്തിലുള്ളത്. ശരിക്കും ഇത് ഗോപുരം എന്ന് പറയാൻ പറ്റില്ല, വിമാനം എന്നാണ് പറയുന്നത്. ഈ വിമാനത്തിന്റെ മുകളിലുള്ള ഒറ്റക്കല്ലിൽ തീർത്ത ശിഖരത്തിന് 81 ടണ്ണാണ് ഭാരം. ഈ ഒറ്റക്കല്ല് എങ്ങനെ ഈ ഗോപുരത്തിന് മുകളിൽ കയറ്റി എന്നുള്ളത് ഇന്നും ഒരു അത്ഭുതമാണ്. ഈ ശിഖരത്തിന് മുകളിൽ ഇരിക്കുന്നതാണ് കലശം. ഇത് 12 അടി ഉയരമുള്ളതാണ്. ഈ കലശത്തിനുള്ളിൽ ധാന്യവിത്തുകളാണ് സൂക്ഷിച്ചിട്ടുള്ളത്. 12 വർഷം കൂടുമ്പോഴാണ് ഈ കലശം അവിടെ നിന്നും എടുത്ത് വീണ്ടും പുതിയ ധാന്യം നിറയ്ക്കുന്നത്.
ഇതാണ് മഹാകുംഭാഭിഷേകം. ഈ ഗോപുരത്തിന് താഴെയാണ് ഗർഭഗൃഹം, അതായത് ശ്രീകോവിൽ. ഈ ശ്രീകോവിൽ വളരെ ഇടുങ്ങിയതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗങ്ങളിൽ ഒന്നാണ് തഞ്ചാവൂർ പെരിയ കോവിലിൽ ഉള്ളത്. 13 അടിയാണ് ഈ ശിവലിംഗത്തിൻ്റെ ഉയരം. ഈ ശ്രീകോവിലിലെ വാതിലുകളെല്ലാം തന്നെ വളരെ ചെറുതാണ്. ഈ വാതിലിനുള്ളിൽ കൂടി ശിവലിംഗം എങ്ങനെ അകത്ത് കിടത്തി എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തും. അതായത് ശിവലിംഗം ആദ്യം പ്രതിഷ്ഠിച്ചു, അതിനുശേഷം ഈ ഗോപുരം നിർമ്മിച്ചു. അങ്ങനെയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഈ രീതിയിലുള്ള പ്രതിഷ്ഠയാണ് മകുടാഗമവിധി എന്ന് പറയുന്നത്. വളരെ പ്രത്യേകതയുള്ള ഒരു ശിവലിംഗമാണിത്. ഈ ശിവലിംഗത്തിനുള്ളിൽ ശിവൻ ഇരിക്കുന്നു, മുകളിലായിട്ട് ബ്രഹ്മാവിരിക്കുന്നു, വിഷ്ണു വരാഹ രൂപത്തിൽ താഴെ ഇരിക്കുന്നു. ഇതാണ് സുബ്രഹ്മണ്യ ക്ഷേത്രം. ഈ ക്ഷേത്രം നായ്ക്കന്മാർ 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. രാജരാജ ചോളൻ ഒന്നാമൻ ലോകത്തിന് സമ്മാനിച്ച ഈ മഹാക്ഷേത്രം കുഞ്ചിറമല്ലൻ എന്ന ശില്പിയുടെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. എല്ലാവരും 4 മണിയാകാൻ കാത്തിരിക്കുകയാണ്. 4 മണിക്ക് ശേഷമേ ക്ഷേത്രനട തുറക്കുകയുള്ളൂ. ഞാൻ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നു. ശ്രീകോവിലിനുള്ളിൽ ഫോട്ടോഗ്രാഫി അനുവദനീയമല്ല. അതുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിലെ കാഴ്ചകൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. പ്രദോഷപൂജയുടെ ഭാഗമായിട്ടുള്ള നന്ദി വിഗ്രഹത്തിലെ അഭിഷേകവും പൂജയുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാസത്തിൽ 2 ദിവസങ്ങളിലാണ് പ്രദോഷപൂജ നടക്കുന്നത്.
സന്ധ്യയായതോടെ ക്ഷേത്രത്തിൻ്റെ ഭംഗി വീണ്ടും വർദ്ധിച്ചു. രാത്രിയിൽ വളരെ ഗംഭീരമായ ലൈറ്റിങ്ങോടുകൂടി സജ്ജീകരിച്ചിട്ടുണ്ട് ഈ ക്ഷേത്രം. നല്ല സുവർണ്ണ നിറത്തിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ ക്ഷേത്രം. നന്ദി വിഗ്രഹത്തിനു മുന്നിലെ പ്രദോഷ പൂജ കഴിഞ്ഞിരിക്കുന്നു. പകൽ വെളിച്ചത്തിൽ നിന്നും വ്യത്യസ്തമായി അഗ്നിജ്വാലകൾ പോലെ ജ്വലിച്ചു നിൽക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ ഓരോ ഭാഗവും. ഈ ഭംഗി കാണുമ്പോൾ ചിത്രീകരണം നിർത്താൻ തോന്നുകയില്ല. നടരാജ വിഗ്രഹത്തിൻ്റെ പ്രദക്ഷിണമാണ് ഇപ്പോൾ നടക്കുന്നത്. അല്പനേരം കൂടി അവിടെ ചെലവഴിച്ച ശേഷം ഞാൻ മടക്കയാത്ര ആരംഭിച്ചു.